എന്തൊക്കെയാ പറഞ്ഞത്? ഒരു വൃത്തസ്തൂപിക അല്ലെങ്കിൽ ഒരു കോണിന്റെ രണ്ട് ഇക്വേഷൻസ്, കോണിനെ കുറിച്ചുള്ള രണ്ട് ഇക്വേഷൻസ് നമ്മൾ പഠിച്ചു അല്ലേ? എന്തൊക്കെയായിരുന്നു പഠിച്ചത്? കോണിന്റെ ആംഗിൾ, ഇവിടെയുള്ള ആംഗിൾ എക്സ് എന്ന് തന്നാൽ എക്സ് ബൈ 360 ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? എക്സ് ബൈ 360 ഈസ് ഈക്വൽ ടു ആർ ബൈ എൽ അല്ലേ? എൽ എന്ന് പറയുന്നത് എന്താണ്? ഇവിടുത്തെ ചെരിവുയരാണ് അല്ലെങ്കിൽ സ്ലാൻഡ് ഹൈറ്റ് ആണ്. അതേപോലെ ആർ എന്ന് പറയുന്നത് എന്താണ്? റേഡിയസ് ഓഫ് ദിസ് ആർ ബൈ എൽ. ഓക്കെ, ആർ എന്ന് പറയുന്നത് എന്താണ്? ഇവിടുത്തെ ഈ വൃത്തസ്തൂപിക അല്ലെങ്കിൽ കോണിന്റെ റേഡിയസ് ആണ് അല്ലെ? ഇത് പഠിച്ചല്ലോ, എക്സ് ബൈ 360 സിക്കൽ ടു ആർ ബൈ എൽ എന്നുള്ള കൺസെപ്റ്റ് പഠിച്ചു. ഓക്കെ, നെക്സ്റ്റ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ച കാര്യം ഇതാണ്, ഒരു വൃത്തസ്തൂപികയുടെ ഇത് നമ്മൾ പറഞ്ഞു റേഡിയസ് ആണെന്ന് പറഞ്ഞു. ഇത് ഹൈറ്റ് ആയിരിക്കും, ആ വൃത്തസ്തൂപികയുടെ ഹൈറ്റ് ആയിരിക്കും. ഓക്കെ, ഹൈറ്റ് ആയിരിക്കും. ഇത് എച്ച്, ഇത് ആറുമാണ്, ഇത് എൽ ആണ്. ദെൻ ബൈ ദ പൈതഗോറസ് തിയറം, നമ്മൾ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്താൽ ഇവിടെ നമുക്ക് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കിട്ടിയിട്ടുണ്ട്. ഇതിൽ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്താൽ എന്ത് വരും? എൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ is equal to ആർ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ അല്ലേ? ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കോണിനെ കുറിച്ച് നമ്മൾ പഠിച്ചത്. ഓക്കെ അല്ലേ? അപ്പോ നെക്സ്റ്റ് ഇനി നമുക്ക് പറയാനുള്ളത് കർവ്ഡ് സർഫസ് ഏരിയ അല്ലെങ്കിൽ വക്രതല പരപ്പളവ് എന്നുള്ള കൺസെപ്റ്റ് ആണ്. ഓക്കെ, കർവ്ഡ് സർഫസ് ഏരിയന്റെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. CSA is equal to എന്താണ്? CSA is equal to പൈ ഇൻറ്റു പൈ ആർ എൽ അല്ലേ? പൈ ആർ എൽ, പൈ ഇൻറ്റു ആർ ഇൻറ്റു എൽ അല്ലേ? ഇവിടെ ആർ എന്താണ്? റേഡിയസ് ആണ്. എല് സ്ലാൻഡ് ഹൈറ്റ് അല്ലെങ്കിൽ ചെരിവുയരാണ്. ഓക്കെ, അപ്പോൾ CSA എന്താണെന്ന് നമുക്കറിയാം. അതായത് വക്രതല പരപ്പളവ്, അതായത് ഒരു കോണിന്റെ ഓൺലി ഈ കർവ്ഡ് ഏരിയയുടെ കർവ്ഡ് പോർഷന്റെ, ഇവിടെയുള്ള ഈ കർവ്ഡ് പോർഷന്റെ ഇത്രയും സ്ഥലത്തിന്റെ ഏരിയ ആണ് അല്ലേ? കർവ്ഡ് ആയിട്ടുള്ള ഈ ഏരിയ സ്ഥലത്തിന്റെ ഏരിയ ആണ് CSA അല്ലെങ്കിൽ വക്രതല പരപ്പളവ്. CSA ഈക്വൽ ടു പൈ ആർ എൽ ആണ്. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പൈ ആർ എൽ ആണ്. ഓക്കെ, നെക്സ്റ്റ് പിന്നെ ഇതിൽ വരുന്നത് ടോട്ടൽ സർഫസ് ഏരിയ, ഉപരിതല പരപ്പളവ് അല്ലേ? ഇവിടെ നേരത്തെ ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഈ മുകളിലുള്ള ഈ സർക്കിളിന്റെ ഏരിയ കൂട്ടുന്നില്ല. ഓൺലി ദിസ് ഈ എന്താ കർവ്ഡ് ഭാഗത്തിന്റെ മാത്രം സർഫസ് ഏരിയ കൂട്ടിയിട്ടുള്ളൂ. അപ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ അല്ലെങ്കിൽ ഉപരിതല പരപ്പളവ് സമം എന്തായിരിക്കും വരിക? ദിസ് കർവ്ഡ് സർഫസ് ഏരിയ പ്ലസ് ഈ സർക്കിളിന്റെ ഏരിയ കൂടി കൂടൂലേ? അപ്പൊ സർക്കിളിന്റെ ഏരിയ എന്താണ്? അത് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, പൈ ആർ സ്ക്വയർ അല്ലേ? പൈ ആർ സ്ക്വയർ ആണ്. പൈ ആർ സ്ക്വയർ പ്ലസ് ദിസ് കോണിന്റെ സർഫസ് ഏരിയ പൈ ആർ എൽ. ഓക്കെ അല്ലേ? അപ്പോ ഈ രണ്ട് ഇക്വേഷൻ ആണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതായത് കർവ്ഡ് സർഫസ് ഏരിയ ഈക്വൽ ടു പൈ ആർ എൽ ആണ്. അതേപോലെ ടോട്ടൽ സർഫസ് ഏരിയ പൈ ആർ സ്ക്വയർ പ്ലസ് പൈ ആർ എൽ ആണ്. ഓക്കെ അല്ലേ? ഇത് യൂസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഓക്കെ, എന്താണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്? കാണുന്നുണ്ടല്ലോ എല്ലാവർക്കും? A cone is made by rolling up a semicircle of radius 20 centimeters. Okay, ഒരു സെമി സർക്കിൾ 20 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സെമി സർക്കിൾ റോൾ ചെയ്തിട്ട് നമ്മൾ എന്തുണ്ടാക്കുന്നു? ഒരു കോൺ ഉണ്ടാക്കുന്നു. ഓക്കെ, ഇതാണ് റേഡിയസ് 20 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. നെക്സ്റ്റ്, ഫൈൻഡ് ദ വാട്ട് ഈസ് ദ സ്ലാൻഡ് ഹൈറ്റ് ഓഫ് ദിസ് കോൺ. ആ കോണിന്റെ സ്ലാൻഡ് ഹൈറ്റ് എന്തായിരിക്കും എന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, എങ്ങനെയാ കണ്ടുപിടിക്കാം? നമ്മൾ ഇതിന്റെ മുമ്പ് ഇത് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഒരു പിക്ചർ വെച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
എങ്ങനെയാ ചെയ്യാ? ഓക്കെ, ഒരു വൃത്താംശം അല്ലെങ്കിൽ സെക്ടർ, ഒരു സെക്ടറിന്റെ റേഡിയസ് 6 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മളൊരു വൃത്തസ്തൂപിക ഉണ്ടാക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ കോണിന്റെ ചെരിവുയരമായിരിക്കും ഈ റേഡിയസ് ആയിട്ട് വരിക അല്ലെ. ഈ ഭാഗം ഇത് എയും ഇത് ബിയും ആണെങ്കിൽ ഈ എ ബി എന്നുള്ള ഈ ഭാഗങ്ങൾ ഒരുമിച്ച് കൂട്ടി ചേർക്കും അല്ലെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് ഇതൊക്കെ. അപ്പോൾ ഇത് ആർ റേഡിയസ് ആണെങ്കിൽ ഈ വൃത്താംശത്തിന്റെ അല്ലെങ്കിൽ സെക്ടറിന്റെ റേഡിയസ് ആയിരിക്കും ഇവിടെ ഈ വൃത്തസ്തൂപികയുടെ ചെരിവുയരം അല്ലെങ്കിൽ സ്ലാൻഡ് ഹൈറ്റ് ആയിട്ട് വരിക അല്ലെ. അപ്പൊ നമുക്ക് ഇവിടുത്തെ ചെരിവുയരം ഈസി ആയിട്ട് പറഞ്ഞൂടെ? ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു അർദ്ധവൃത്തം വളച്ച് വൃത്തസ്തൂപികയാക്കുന്നു. അർദ്ധവൃത്തത്തിന്റെ ആരം 20 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വൃത്തസ്തൂപികയുടെ ചെരിവുയരം എന്ത്? ഒന്ന് പറഞ്ഞു നോക്കിയേ. എന്തായിരിക്കും വൃത്തസ്തൂപികയുടെ ചെരിവുയരം? അല്ലെങ്കിൽ എൽ ഈക്വൽ ടു എത്രയായിരിക്കും ഉണ്ടാവുക? പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? L equal to 20 years. വെരി ഗുഡ്. അപ്പോൾ ഈ അർദ്ധവൃത്തം അല്ലെങ്കിൽ ഈ സെമി സർക്കിളിന്റെ റേഡിയസ് എന്താണോ അതായിരിക്കും നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സ്തൂപികയുടെ ചെരിവുയരമായിട്ട് വരിക അല്ലെ. അപ്പോൾ L equal to 20 സെന്റിമീറ്റർ എന്നാണ് വരിക. ഓക്കെ, L equal to 20 സെന്റിമീറ്റർ. അപ്പൊ നമ്മൾ എന്റെ ആൻസർ കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് ബിന്റെ ആൻസർ എന്താ വരിക? ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ദി കോൺ. കോണിന്റെ റേഡിയസ് എന്താണ്? R എന്താണ്? ഇങ്ങനെ കണ്ടെത്താം. നമുക്കിവിടെ L അറിയാം, റേഡിയസ് കണ്ടെത്തണം. എന്താ ചെയ്യാം? 10 ആയിരിക്കും ഉണ്ടാവുക. എങ്ങനെ കിട്ടി? നമ്മൾ ഏത് എക്വേഷനാണ് യൂസ് ചെയ്തത്? നേരത്തെ പറഞ്ഞ ഇവിടുത്തെ ആംഗിൾ നമുക്കറിയാം അല്ലെ. ഈ സെക്ടറിന്റെ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഈ സെക്ടർ വളച്ചിട്ടാണ് നമ്മൾ ഇനി വൃത്തസ്തൂപിക ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നമുക്കൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതാണ് ഇക്വേഷൻ? R/L ഈസ് ഈക്വൽ ടു x/360 എന്നുള്ള ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ നമുക്കറിയാം x ഈക്വൽ ടു 180 ഡിഗ്രി ആണ്. therefore നമുക്ക് എന്താ പറയാം? R/L 20 സെന്റിമീറ്റർ ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. R/20 is equal to x 180 ആയതുകൊണ്ട് 180/360 എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ ടു 180/360 എന്ന് പറയുമ്പോൾ 1/2 അല്ലേ. R/20 is equal to 1/2 എന്ന് വരും. ഓക്കെ, ദെൻ R is equal to എന്താ വരിക? R is equal to ഈ 20 ഇങ്ങോട്ട് പോകും. R is equal to 20/2, that's equal to 10. 10 centimeter is the radius. Okay, very good. കുറെ ആൾക്കാർ ആൻസർ പറഞ്ഞു. നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ള വൃത്തസ്തൂപികയുടെ വക്രതല പരപ്പളവ് അല്ലെ. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? ആറും എല്ലും കിട്ടിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്താൽ മതി? കർവ്ഡ് സർഫസ് ഏരിയ CSAന്റെ ഇക്വേഷൻ നമ്മളിപ്പോ പഠിച്ചു കഴിഞ്ഞു. CSA is equal to πRL അല്ലെ. πRL is equal to ഹലോ, ആരെങ്കിലും സംശയം ചോദിക്കാണോ? ഓക്കെ, പൈ ഇൻറ്റു ആർ എത്രയാണ് വരുന്നത്? ആറ് 10 സെന്റിമീറ്റർ ആണ്. പൈ ഇൻറ്റു 10 ഇൻറ്റു L ഈക്വൽ ടു നമ്മൾ 20 ആണെന്ന് കണ്ടുപിടിച്ചു. അപ്പൊ എത്രയാടാ? കർവ്ഡ് സർഫസ് ഏരിയ അല്ലെങ്കിൽ വക്രതല പരപ്പളവ് എത്രയാണ്?
കർവ്ഡ് സർഫസ് ഏരിയ പൈ ആർ എസ് ഈക്വൽ ടു 200 പൈ എന്ന് കിട്ടും അല്ലേ. 200 പൈ യൂണിറ്റ് എന്താ വരിക? 200 പൈ സെന്റിമീറ്റർ എന്നാണോ? സെന്റിമീറ്റർ സ്ക്വയർ അല്ലേ. സെന്റിമീറ്റർ ക്യൂബ് ആണോ? ഏരിയ ആവുമ്പോൾ സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, വോളിയം ആവുമ്പോഴാണ് സെന്റിമീറ്റർ ക്യൂബ് വരിക. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മള് ഈ ക്വസ്റ്റ്യനിൽ എന്താ തന്നിട്ടുണ്ടായിരുന്നത്? ആദ്യം നമുക്ക് ഓൺലി സെമി സർക്കിൾ ആണെന്ന് തന്നിട്ടുണ്ട്. ആ സെമി സർക്കിളിന്റെ റേഡിയസ് 20 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ അതിൽ നിന്ന് നമ്മൾ ഇതിന്റെ ചെരിവുയരം എന്താണെന്ന് കണ്ടുപിടിച്ചു. ചെരിവുയരം അല്ലെങ്കിൽ സ്ലാൻഡ് ഹൈറ്റ് എന്താണെന്ന് കണ്ടുപിടിച്ചു. ദെൻ റേഡിയസ് കാണാനായിരുന്നു ക്വസ്റ്റ്യൻ. റേഡിയസ് കാണാൻ വേണ്ടി r/l = x/360 എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്തു. r കണ്ടെത്തി. ദെൻ നമുക്ക് കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദി കോൺ കണ്ടെത്തണം. അപ്പോ നമ്മൾ എന്ത് ചെയ്തു? πr എന്നുള്ള ഇക്വേഷനിൽ ആറും എല്ലും നമ്മൾ കണ്ടെത്തിയതുകൊണ്ട് PSA πrl എന്നുള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു കണ്ടെത്തി. ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ കാണുന്നുണ്ടല്ലോ. The base radius of a cone made by rolling up a sector is 3 centimeters. Its slant height is 15 centimeter. അപ്പോൾ ഒരു വൃത്താംശം വളച്ച് ഉണ്ടാക്കിയ ഒരു സെക്ടർ അല്ലെങ്കിൽ വൃത്താംശം വളച്ചുണ്ടാക്കിയ കോണിന്റെ പാദത്തിന്റെ ആരം കാണുന്നുണ്ടല്ലോ. പാദത്തിന്റെ ആരം എത്രയാണ്? 3 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, 3 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദി സെക്ടർ യൂസ്ഡ് ടു മേക്ക് ദ കോൺ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ കോൺ ഉണ്ടാക്കാൻ ആവശ്യമായ റേഡിയസ് എത്രയാണ്? വൃത്തസ്തൂപിക നിർമ്മിക്കാൻ ഉപയോഗിച്ച വൃത്താംശത്തിന്റെ ആരം എത്രയാണെന്നാണ് ചോദ്യം. വൃത്താംശത്തിന്റെ കേന്ദ്രകോൺ കണ്ടെത്തുക. നെക്സ്റ്റ് സെൻട്രൽ ആംഗിൾ കണ്ടെത്താൻ. ദെൻ കാൽക്കുലേറ്റ് ഏരിയ ഓഫ് ദി സെക്ടർ. ആ വൃത്താംശത്തിന്റെ പരപ്പളവും കണക്കാക്കണം. ഓക്കെ, എങ്ങനെയാ കണ്ടെത്താം? ഇങ്ങനെയാണ് r = 15 കിട്ടിയത്. 15 എന്നൊക്കെ ഇവിടെ ആൻസർ പറയുന്നുണ്ട്. ഓക്കെ, എങ്ങനെയാ ചെയ്യാം? എല്ലാവരും ചെയ്ത് നോക്കിയോ? ഓക്കെ, എന്താണ് ഒരു വൃത്താംശം വളച്ചുണ്ടാക്കിയ വൃത്തസ്തൂപികയുടെ പാദത്തിന്റെ ആരം? വൃത്തസ്തൂപികയുടെ പാദത്തിന്റെ ആരാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, വൃത്തസ്തൂപിക ഇതാണ്. ഇതിന്റെ സ്മോൾ റേഡിയസ് ആണ്. ഇതിന്റെ റേഡിയസ് r = 3 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ചെരിവുയരം 15 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട് അല്ലെ, L. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് സെക്ടറിന്റെ ഇത് നമ്മൾ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിച്ചു അല്ലെ, 15 സെന്റിമീറ്റർ. അപ്പോൾ ക്യാപിറ്റൽ R ആണ്. ഓക്കെ, വൃത്താംശത്തിന്റെ അതിനെ നമ്മൾ ക്യാപിറ്റൽ R എന്നാണ് നോട്ടേറ്റ് ചെയ്യുന്നത്. സ്മോൾ r എന്ന് എഴുതിയത്. സ്മോൾ r എന്ന് പറയുന്നത് വൃത്തസ്തൂപികയുടെ അല്ലെങ്കിൽ കോണിന്റെ റേഡിയസിനെ എഴുതുന്നതാണ് സ്മോൾ r. അപ്പോൾ വൃത്താംശത്തിന്റെ ആരം അല്ലെങ്കിൽ സെക്ടറിന്റെ റേഡിയസ് ഓഫ് ദി സെക്ടർ എന്നുള്ളത് ക്യാപിറ്റൽ R കൊണ്ടാണ് നോട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ റേഡിയസ് ഓഫ് സെക്ടർ അങ്ങനെ എഴുതാവുന്നെങ്കിൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ R. സെക്ടർ ക്യാപിറ്റൽ R = 15 സെന്റിമീറ്റർ. ഓക്കെ,
സിമ്പിളായിട്ട് കിട്ടി. നെക്സ്റ്റ് ബി, വൃത്താംശത്തിന്റെ കേന്ദ്രകോൺ എത്രയാണെന്നാണ് ബി ക്വസ്റ്റ്യന്. എങ്ങനെ കണ്ടെത്താം ബി ക്വസ്റ്റ്യൻ? നമുക്ക് ഇക്വേഷൻ ഉണ്ട് അല്ലേ? കോൺ കണ്ടെത്താനും നമ്മൾ ഒരു ഒറ്റ ഇക്വേഷനെ പഠിച്ചിട്ടുള്ളൂ. R/L = x/360. ഓക്കെ, x/360. ഇവിടെ നമുക്ക് എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എല്ലും നമുക്ക് തന്നിട്ടുണ്ട്, ആറും നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിച്ചൂടെ? R = 3 ആണ്, L = 15 ആണ്. 3/15 = x/360 എന്ന് എഴുതാം. ഓക്കെ, then x എങ്ങനെയാണ് കണ്ടുപിടിക്കുക? x = ഇവിടെ ഡിവൈഡഡ് ബൈ 360 എന്നുള്ളത് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ മൾട്ടിപ്ലൈഡ് ബൈ 360 എന്നാകും അല്ലേ? ഓക്കെ, അപ്പോ x is equal to 3/15 into 3/15 ഡിവൈഡഡ് ബൈ ഇങ്ങോട്ട് ഈക്വൽ ടുവിന്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാണ്. അപ്പൊ ഇൻറ്റു 360 എന്ന് വരും. ഓക്കെ, ആർക്കെങ്കിലും ആൻസർ കിട്ടിയോ? ത്രീനെയും 15നെയും നമുക്ക് കട്ട് ചെയ്യാം അല്ലേ? ഇവിടെ ബൈ 5 നോക്കാം. ദെൻ 360/5 എത്ര ആൻസർ വരുന്നത്? ആർക്കെങ്കിലും ആൻസർ കിട്ടിയോ? ആർക്കും കിട്ടിയില്ലേ? yes, വെരി ഗുഡ്. ഓക്കെ, അപ്പോ 360/5 അല്ലേ? 36 5 7 times ഉണ്ട് 35-ല്. ദെൻ ബാക്കി ഒരു 10 ആണ് ഉണ്ടാവുക. 10-ൽ 5 2 times. ഓക്കെ, 72 ഡിഗ്രി എക്സ് ആംഗിൾ ആണ്. therefore നമുക്കറിയാം 72 ഡിഗ്രി. അപ്പൊ നമ്മൾ ഇവിടുത്തെ സെൻട്രൽ ആംഗിൾ അല്ലെങ്കിൽ കേന്ദ്രകോൺ കണ്ടെത്തി. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈ വൃത്താംശത്തിന്റെ പരപ്പളവ് കണക്കാക്കുക എന്നുള്ളതാണ്. സെക്ടറിന്റെ പരപ്പളവ്. ഓക്കെ, ആ സെക്ടറിന്റെ പരപ്പളവ് കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ കോണിന്റെ പരപ്പളവ് കണ്ടാൽ പോരെ, അല്ലെങ്കിൽ ഏരിയ കണ്ടാൽ മതി അല്ലേ? ഈ കോണ് നമ്മൾ എന്ത് ചെയ്ത് ഈ സെക്ടർ മടക്കി വെച്ചിട്ടാണ് കോൺ ഉണ്ടാക്കുന്നത് അല്ലെ? വൃത്താംശം വളച്ചാണ്ടാണല്ലോ. അതെ, സെക്ടർ മടക്കിയിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കിയത്? ഈ കോൺ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോ സെക്ടറിന്റെ വ്യാപ്തം ഏരിയ കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ കോണിന്റെ ഏരിയ കണ്ടാൽ മതി. ഓക്കെ, അപ്പോ കോണിന്റെ സർഫസ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താ? ഇവിടെ ടോട്ടൽ സർഫസ് ഏരിയ ആണ് കാണേണ്ടത്. ടോട്ടൽ സർഫസ് ഏരിയ അല്ല, സോറി, CSA. ഓക്കെ, കർവ്ഡ് സർഫസ് ഏരിയ ആണ് കാണേണ്ടത്. വക്രതല പരപ്പളവ്. കർവ്ഡ് സർഫസ് ഏരിയയിലെ ഇക്വേഷൻ πRL ആണ്. πRL. ദെൻ π ഇൻറ്റു R എത്രയാണ്? 3 ആണ്. L 15 ആണ് അല്ലേ? ദെൻ ആൻസർ എത്ര വരുന്നത്? yes. ഇവിടെ ഓക്കെ, അപ്പോൾ കർവ്ഡ് സർഫസ് ഏരിയ 45 പൈ കിട്ടി.
ഇതിന്റെ യൂണിറ്റ് വരിക സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ അല്ലേ? 45 സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്തത്? ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് തന്നിട്ടുണ്ടായിരുന്നത്? നമുക്ക് ബേസ് റേഡിയസ് ഓഫ് ദി കോണിന്റെ ബേസ് റേഡിയസ് തന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ സെക്ടറിന്റെ റേഡിയസ് 3 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അതേപോലെ സ്ലാന്റ് ഹൈറ്റ് 15 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ദെൻ നമ്മൾ ആ സെക്ടറിന്റെ റേഡിയസ് കണ്ടുപിടിച്ചു. സ്ലാന്റ് ഹൈറ്റും സെക്ടറിന്റെ റേഡിയസും സെയിം ആയിരിക്കും എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് സെക്ടർ, അതായത് L is equal to 15 സെന്റിമീറ്റർ എന്ന് നമുക്ക് കിട്ടി. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ സെൻട്രൽ ആംഗിൾ ഓഫ് ദി സർക്കിൾ എന്നാണ്. കേന്ദ്രകോൺ എത്രയാണെന്നാണ്, ആ സെക്ടറിന്റെ കേന്ദ്രകോൺ എത്രയാണെന്നാണ് കണ്ടുപിടിക്കാനുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ആ കേന്ദ്രകോണ് കണ്ടുപിടിക്കാൻ നമ്മൾ R/L is equal to x/360 എന്നുള്ള ഈ ഇക്വേഷൻ യൂസ് ചെയ്തു. നെക്സ്റ്റ്, ഈ വൃത്താംശത്തിന്റെ പരപ്പളവ് കണക്കാക്കുക. അതായത് കർവ്ഡ് സർഫസ് ഏരിയ കാണാനായിരുന്നു ക്വസ്റ്റ്യൻ. കർവ്ഡ് സർഫസ് ഏരിയ is equal to πRL ആണ്. അപ്പോൾ റേഡിയസ് 3 ആണെന്നും L 15 സെന്റിമീറ്റർ ആണെന്നും നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ ഈസി ആയിട്ട് πRL എന്നുള്ള ഇക്വേഷനിൽ വാല്യൂസ് ഇട്ട് ആൻസർ കണ്ടെത്തി. ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Radius of a cone is 30 centimeter and its height is 40 centimeters. What is the base perimeter of the cone? എന്ന് തന്നിട്ടുള്ള ഒരു വൃത്തസ്തൂപികയുടെ പാദത്തിന്റെ ആരം. സ്തൂപിക തന്നിട്ടുണ്ട്, അതിന്റെ പാദത്തിന്റെ ആരം 30 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, 30 സെന്റിമീറ്റർ ആണ്. അതിന്റെ ഉയരം 40 സെന്റിമീറ്റർ ആണ്. 40. അങ്ങനെയാണെങ്കിൽ സ്തൂപികയുടെ പാദത്തിന്റെ ചുറ്റളവ് എത്രയാണ്? ഈ ചുറ്റളവാണ്, പാദത്തിന്റെ ചുറ്റളവ് അല്ലെങ്കിൽ ബേസ് പെരിമീറ്റർ അല്ലെ? ഈ ചുറ്റളവാണ്, ഈ സർക്കിളിന്റെ ചുറ്റളവാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, എങ്ങനെയാണ് സർക്കിളിന്റെ ചുറ്റളവ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? 2πr. യെസ്, സർക്കിളിന്റെ പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ 2πr ആണ്. അപ്പോൾ P is equal to നമുക്ക് 2πr എന്ന് എഴുതാം. ഇവിടെ റേഡിയസ് 30 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, R is equal to 30 സെന്റിമീറ്റർ. ദെൻ ഇക്വേഷനിൽ ഇട്ടാൽ എന്ത് കിട്ടും? P is equal to 2π into 30. എത്ര ആൻസർ വരാം? ആൻസർ is equal to പെരിമീറ്റർ എത്രയാണ് കിട്ടുന്നത്? 60π. 60 മാത്രമാണോ? 60π. ഓക്കെ, 60π സെന്റിമീറ്റർ. ചുറ്റളവായതുകൊണ്ട് സെന്റിമീറ്ററേ ഉള്ളൂ. ഓക്കെ, 60π സെന്റിമീറ്റർ. നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ളത് സ്തൂപികയുടെ വക്രതല പരപ്പളവ് അല്ലെങ്കിൽ വാട്ട് ഈസ് ദ കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദി കോൺ ആണ്. 60π. ഓക്കെ ഓക്കെ, കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദി കോൺ ആണ്. അപ്പോൾ എങ്ങനെയാ കർവ്ഡ് സർഫസ് ഏരിയ കാണുന്നത്? CSA is equal to πRL ആണ് അല്ലേ? പക്ഷെ നമ്മുടെ അടുത്ത് റേഡിയസ് മാത്രമേ ഉള്ളൂ. L ഉണ്ടോ? L നമുക്ക് തന്നിട്ടില്ല. അപ്പൊ L എങ്ങനെ കണ്ടുപിടിക്കും? ദിസ് L ഹാസ് ടു ബി ഫൈൻഡ്. അതെങ്ങനെ കണ്ടുപിടിക്കും? L എങ്ങനെ കണ്ടുപിടിക്കും? അപ്പൊ നമ്മള് മറ്റേ ഇക്വേഷൻ യൂസ് ചെയ്യൂ അല്ലേ? എന്തായിരുന്നു ആ ഇക്വേഷൻ? L square is equal to എന്താണ്? L square is equal to എന്താ? ഇത് റേഡിയസ് ആണ്, ഇത് ഹൈറ്റ് ആണ്. ഓക്കെ, ദെൻ R square plus H square അല്ലേ? R square plus H square. ഓക്കെ, ദെൻ R എത്രയാണ്? 30 സെന്റിമീറ്റർ ആണ് നമുക്ക് തന്നിട്ടുണ്ട്. 30 സ്ക്വയർ. H എത്രയാ? H 40 ആണ് അല്ലേ? ഉയരം 40 ആണെന്ന് തന്നിട്ടുണ്ട്. ദെൻ H സ്ക്വയർ എന്ന് പറഞ്ഞാൽ 40 സ്ക്വയർ എന്ന് എഴുതാം. ദെൻ
30 സ്ക്വയർ പ്ലസ് 40 സ്ക്വയർ. ഓക്കെ, എത്രയാണ് വരുന്നത്? 30 സ്ക്വയറിന് 3 × 3 9 ആണ്. ദെൻ 900 എന്ന് വരും. പ്ലസ് 40 സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 × 4 16 ആണ്. അപ്പോൾ 1600 എന്ന് വരും അല്ലേ? ഓക്കെ, ദെൻ എത്ര ആൻസർ? 900 പ്ലസ് 1600 ഈസ് ഈക്വൽ ടു എത്ര വരും? 1600 പ്ലസ് 900 മക്കളെ 2500 ആണ്. ഓക്കെ, then what will be L? L is equal to 50. ഓക്കെ, 50 സെന്റിമീറ്റർ അല്ലേ? അപ്പൊ നമുക്ക് ആറും കിട്ടി, എല്ലും കിട്ടി. ഇനി CSA എന്നുള്ള ഇക്വേഷനിലിടാം. CSA is equal to YRL ആണ്. പെട്ടെന്ന് കണ്ടെത്തി ആൻസർ കമന്റ് ചെയ്തേ. YRL 5 × 6 30 ആണ്. 30 × L 50 ആണ്. ഓക്കെ, ദെൻ 30 × 50 3 × 5 1500 ആണ്. യെസ്, 1500 പൈ. 1500 മാത്രമേ ഉള്ളൂ. നേരത്തെ പോലെ തന്നെ പറയുന്നു. പൈ എന്നുള്ളത് എല്ലാവരും മറന്നു വന്നു അല്ലേ? 1500 പൈ ഈസ് ദി ആൻസർ. യൂണിറ്റ് എന്താണ് വരിക? സെന്റിമീറ്റർ സ്ക്വയർ അല്ലേ? ഓക്കെ, കർവ്ഡ് സർഫസ് ഏരിയ 1500 പൈ സെന്റിമീറ്റർ സ്ക്വയർ. യെസ്, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ എന്തായിരുന്നു ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ആദ്യം റേഡിയസ് ഓഫ് ദി കോണിന്റെ റേഡിയസും ഹൈറ്റും തന്നിട്ടുണ്ടായിരുന്നു. അതിന് ആദ്യം നമ്മളോട് പറഞ്ഞത് ബേസ് പെരിമീറ്റർ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. P is equal to 2πr എന്നുള്ളത് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ബേസിന്റെ പെരിമീറ്റർ കണ്ടെത്തി. നെക്സ്റ്റ് വാട്ട് ഈസ് ദ കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദി കോൺ എന്നുള്ളതായിരുന്നു. CSA കണ്ടെത്താനാണ്. അപ്പൊ നമ്മളടുത്ത് L സ്ലാൻഡ് ഹൈറ്റ് ചെരിവുയരം ഇല്ലായിരുന്നു. അപ്പോൾ അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ആറും എച്ചും യൂസ് ചെയ്തിട്ട് ആദ്യം L കണ്ടെത്തി. ദെൻ CSAന്റെ ഇക്വേഷൻ 5RL എന്നുള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ആൻസർ കണ്ടെത്തി. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോ നമ്മൾ ഏകദേശം പറഞ്ഞു. ഇനി ഇതില് ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. A circular sheet with radius 36 cm is divided into 4 equal sectors and one of them bent into a cone. Okay, ഒരു 36 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കുലർ ഷീറ്റ്. ഓക്കെ, ഒരു സർക്കുലർ ഷീറ്റ്. അതിന് എത്ര സെന്റിമീറ്റർ റേഡിയസ് ആണുള്ളത്? 36. ഓക്കെ, 36 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കുലർ ഷീറ്റ് ഇസ് ഡിവൈഡ് ഇൻറ്റു 4 ഈക്വൽ പാർട്സ്. അത് 4 ഈക്വൽ പാർട്സ് ആക്കി മുറിച്ചിട്ടുണ്ട്. ദെൻ വൺ ഓഫ് ദം ബെൻഡ് ഇൻറ്റു എ കോൺ. അതിൽ ഒന്ന് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു കോൺ ഉണ്ടാക്കുകയാണ്. ഓക്കെ, വാട്ട് ഈസ് ദ സ്ലാൻഡ് ഹൈറ്റ് ഓഫ് ദി കോൺ? ഈ കോണിന്റെ സ്ലാൻഡ് ഹൈറ്റ് എന്തായിരിക്കും? ഈസി ക്വസ്റ്റ്യൻ ആണ്, പെട്ടെന്ന് പറഞ്ഞൂടെ? യെസ്, 36 ഇസ് ദ ആൻസർ അല്ലേ? അതെ, എന്താ സെക്ടറിന്റെ റേഡിയസ് എന്താണോ അത് തന്നെയാണ് സ്ലാൻഡ് ഹൈറ്റ് ഉണ്ടാവുക അല്ലേ? ഓക്കെ, അപ്പോ L is equal to നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം. ഇതിലെ ക്വസ്റ്റ്യന്റെ L is equal to 36 സെന്റിമീറ്റർ ആണ്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദി കോൺ? ഈ കോണിന്റെ റേഡിയസ് എന്തായിരിക്കും എന്നാണ് ചോദിച്ചത്. ഇനി കണ്ടെത്താം. അപ്പൊ നമ്മള് ഏത് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണം? നമുക്ക് ഹൈറ്റ് ഒന്നും തന്നിട്ടില്ല അല്ലേ? എല്ലും എച്ചും ഉണ്ടെങ്കിൽ നമുക്ക് L സ്ക്വയർ ഇസ് ഈക്വൽ ടു H സ്ക്വയർ പ്ലസ് R സ്ക്വയർ ആ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ ഇവിടെ നമുക്ക് ഹൈറ്റ് ഒന്നും തന്നിട്ടില്ല. ബട്ട് നമുക്ക്
റേഡിയസ് കണ്ടെത്തണം. അപ്പൊ എന്ത് ചെയ്യും? ഇവിടെ നമ്മൾ ഈക്വലായിട്ട് ഈ സർക്കിളിനെ നമ്മൾ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടുത്തെ ആംഗിൾ നമുക്ക് പറയാൻ പറ്റൂ അല്ലേ? എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും ഇവിടുത്തെ ആംഗിൾ വരിക. ഈ സെക്ടറിന്റെ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും വരിക. അതായത് എക്സ് ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി ആണ്. എക്സ് ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി ആണ്. ഓക്കെ, ഇനി നമ്മൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യും? എക്സ് ബൈ 360 ഇസ് ഈക്വൽ ടു ആർ ബൈ ആർ. ഓക്കെ, ആർ ബൈ ആർ. ഓക്കെ, ഒന്ന് ചെയ്ത് നോക്കൂ പെട്ടെന്ന്. എക്സ് ബൈ 360 ഇസ് ഈക്വൽ ടു ആർ ബൈ ആർ അല്ലെങ്കിൽ ആർ ബൈ എൽ. എല്ലും ആറും ആണ് അല്ലേ? ഇപ്പൊ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സ് 90 ആണ്. 90 ബൈ 360 ഇത് വരും. വിച്ച് ഇസ് ഈക്വൽ ടു ഇവിടെ എല്ല് നമുക്ക് 36 ആണ് തന്നിട്ടുണ്ട് അല്ലേ? ഇനി ആറാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പോൾ ആർ ബൈ 36. ദെൻ ആർ വിൽ ബി ആർ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? 90 by 36, 360. ആൻഡ് ദിസ് 36നെ എന്ത് ചെയ്യണം? ദിസ് 36നെ ഇങ്ങോട്ട് അല്ലേ മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ ഡിവൈഡ് ചെയ്യുന്നുള്ളത് ഈ ഈക്വൽ ടുവിന് ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഇൻറ്റു 36 ആയിരിക്കും വരിക. ഓക്കെ, 90 by 360 ഇൻറ്റു 36. ഓക്കെ, ആരതോ അപ്പോൾ ആറ് ഓക്കെ, ആൻസർ കിട്ടിയോ? 360 36നെയും 360നെയും ഡിവൈഡ് ചെയ്യാം. ദെൻ ഇവിടെ 10 ആയിരിക്കും ഉണ്ടാവുക. ദെൻ 90 ബൈ 30 വരും. 90 ബൈ 30 is equal to 9 അല്ലേ? 9 സെന്റിമീറ്റർ. ഓക്കെ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? 9 സെന്റിമീറ്റർ. യെസ്, ഓക്കെ. അപ്പോൾ റേഡിയസ് എത്രയാണ് നമുക്ക് കിട്ടി. നെക്സ്റ്റ് ഇതിനുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദി റേഡിയസ് ഓഫ് ദി കോൺ? കോണിന്റെ റേഡിയസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അല്ല, അതാണ് നമ്മളിപ്പോൾ കണ്ടെത്തിയത്. നെക്സ്റ്റ് വാട്ട് ഈസ് ദ കർവ്ഡ് സർഫസ് ഏരിയ? ഓക്കെ, കർവ്ഡ് സർഫസ് ഏരിയ എന്താണെന്നാണ് ചോദ്യം. എങ്ങനെ ചെയ്യാം? സി എസ് എസ് ഈക്വൽ ടു പൈ ആർ എൽ അല്ലേ? ആർ ഇപ്പോൾ നമ്മൾ കണ്ടെത്തി. എൽ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്, 36 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. കർവ്ഡ് സർഫസ് ഏരിയ അല്ലെങ്കിൽ വക്രതല പരപ്പളവ് ഈസി ആയിട്ട് കണ്ടെത്താം. ഓക്കെ, ഇവിടെയാണ് എഴുതുന്നത്. ഈസ് ഈക്വൽ ടു നമ്മളടുത്ത് എൽ ഈക്വൽ ടു 36 ആണെന്നുണ്ട്. ആർ ഈക്വൽ ടു 9 സെന്റിമീറ്റർ നമുക്കിപ്പോൾ കിട്ടി. Then CSA is equal to pi RL. Into 9 into 30. ഓക്കെ, ആൻസർ എത്രയാണ് വരുന്നത്?
324. ഓക്കെ, നിങ്ങൾക്ക് കിട്ടി. ഓക്കെ, 324. ഓക്കെ, എല്ലാവർക്കും കിട്ടിയോ? ഓക്കെ, ശരി. അപ്പോൾ 324 പൈ ഈസ് ദി ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? ഇനി ഈ ചാപ്റ്റർ പറയാനുള്ളത് വോളിയത്തെ കുറിച്ചാണ്. എന്താണ് വോളിയം? ഓക്കെ, വോളിയം അല്ലെങ്കിൽ വ്യാപ്തം. എന്താണ് വോളിയം? വ്യാപ്തത്തിന്റെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ഒരു സിലിണ്ടർ ആയിരുന്നെങ്കിൽ അതിന്റെ വോളിയം എന്താ വരിക? ഒരു സിലിണ്ടർ അല്ലെങ്കിൽ വൃത്തസ്തംഭം അല്ലേ? വൃത്തസ്തംഭമായിരുന്നെങ്കിൽ ഇതിന്റെ വോളിയം എന്താ വരിക? V is equal to, ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? എന്താ ചെയ്യാ? ആ ഈ സർക്കിളിന്റെ ഏരിയ ഇൻറ്റു ദിസ് ഹൈറ്റ് അല്ലേ? സർക്കിളിന്റെ ഏരിയ πr² ആണ്. πr² ഇൻറ്റു h. ഓക്കെ, അപ്പോൾ ഒരു നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ ഒരു കോണിന്റെ വോളിയം എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഇതിന്റെ 1/3 ആയിരിക്കും അല്ലേ? ഇത് സെയിം റേഡിയസും ഹൈറ്റും ഉള്ള ഒരു കോണിന്റെ വോളിയം എന്ന് പറയുന്നത് എപ്പോഴും അതിന്റെ 1/3 ഭാഗമായിരിക്കും. നമ്മൾ ഇന്നലെ സമചതുര സ്തൂപിക അല്ലെങ്കിൽ സ്ക്വയർ പിരമിഡ് പറഞ്ഞപ്പോഴും ഇതുപോലെ പറഞ്ഞു അല്ലേ? ദാറ്റ് ഈസ് അതിന്റെ 1/3 പൈ അല്ല 1/3 ആയിരുന്നു. അതായത് ഒരു സമചതുര സ്തംഭത്തിന്റെ വോളിയത്തിന്റെ 1/3 ഭാഗമായിരുന്നു ഒരു സമചതുര സ്തൂപികയൊക്കെ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെയും വരിക. ഒരു സിലിണ്ടറിന്റെ വോളിയത്തിന്റെ 1/3 ഭാഗമാണ് ഒരു വൃത്തസ്തൂപിക അല്ലെങ്കിൽ കോണിന് ഉണ്ടാവുക. ഓക്കെ അല്ലേ? 1/3 πr²h. ഓക്കെ, വോളിയം ഈക്വൽ ടു 1/3 πr²h. ഓക്കെ അല്ലേ? അപ്പം നമ്മൾ മൂന്നാമത്തെ ഇക്വേഷനാണ് പഠിക്കുന്നത്. ആദ്യം കർവ്ഡ് സർഫസ് ഏരിയ പഠിച്ചു, ടോട്ടൽ സർഫസ് ഏരിയ പഠിച്ചു. ഇപ്പം നമ്മൾ വോളിയാണ് പറഞ്ഞത്. ഓക്കെ അല്ലേ? എങ്ങനെ കണ്ടെത്താം? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. The base radius and slant height of a cone are 6 centimeters and 10 centimeters respectively. What is its height? Find its volume. Okay, എങ്ങനെ ചെയ്യും? ഒരു കോണിന്റെ ബേസ് റേഡിയസ് 6 തന്നിട്ടുണ്ട്. R is equal to 6 centimeter ആണ്. പിന്നെന്താ തന്നിട്ടുള്ള സ്ലാൻ ഹൈറ്റ് L അല്ലേ? L is equal to 10 centimeter ആണ്. What is its height? ഹൈറ്റ് ആണ് ആദ്യം ചോദിച്ചിട്ടുള്ളത്. ഹൈറ്റ് എങ്ങനെ കണ്ടെത്തും? ഏതാ ഇക്വേഷൻ? നമുക്കറിയാം L² is equal to R² plus H² ആണ്. ആണല്ലോ? ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഹൈറ്റ് കണ്ടെത്താം. ഓക്കെ, L 10 ആണ്. 10² is equal to 10² square അല്ലേ? ചെയ്തിട്ട് ആരെങ്കിലും ആൻസർ പറയാം?
62 10 സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇവിടെ h സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്ത് വരും? 10 സ്ക്വയർ 100 ആണ്. 100 മൈനസ് 6 സ്ക്വയർ 36 ആണ് അല്ലേ? 100 minus 36 that's equal to 64. ഓക്കെ അല്ലേ? ഓക്കെ, h is equal to 8. 64ന്റെ റൂട്ട് ആണ് റൂട്ട് 64 that's equal to 8 സെന്റിമീറ്റർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വ്യാപ്തം കാണുക. എന്താണ് വ്യാപ്തം കാണാനുള്ള ഇക്വേഷൻ? ഇപ്പൊ നമ്മൾ പറഞ്ഞു v is equal to 1/3 pi r square h ആണ്. വൺ ബൈ ത്രീ പൈ ആർ സ്ക്വയർ എച്ച് ആണ്. ദെൻ പൈ ഇൻറ്റു ആൻസർ കിട്ടിയോ? 1/3 പൈ ഇൻറ്റു ആർ എത്രയാ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്? 1/3 പൈ ഇൻറ്റു ആർ 6 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട് അല്ലേ? 1/3 പൈ ഇൻറ്റു 6 സ്ക്വയർ ഇൻറ്റു എച്ച് ഈക്വൽ ടു 8 ആണ് നമ്മളിപ്പോൾ കണ്ടെത്തി. ഓക്കെ, ഒന്ന് കണ്ടെത്തി നോക്കിയേ. 1/3 പൈ ഇൻറ്റു 36 ഇൻറ്റു 8. ഓക്കെ അല്ലേ? 36 ഇൻറ്റു 8. 36ഉം 3യും നമുക്ക് ക്യാൻസൽ ചെയ്യാം. ദെൻ 12 വരും. 12 ഇൻറ്റു 8 16 എന്താണ് പറഞ്ഞത്? 16 എന്ന് പറഞ്ഞാൽ എന്താണ്? 12 ഇൻറ്റു 8 ചെയ്താൽ അത്ര ആൻസർ കിട്ടുക? ഇങ്ങനെയാണോ എല്ലാവരും ചെയ്തത്? ഞാൻ ഫാസ്റ്റ് ആവുന്നുണ്ടോ? ഓക്കെ, 96 അല്ലേ? അപ്പോൾ വോളിയം ഈക്വൽ ടു 96 പൈ യൂണിറ്റ് എന്താ വരിക? 96 പൈ സെന്റിമീറ്റർ ക്യൂബ് അല്ലേ? സെന്റിമീറ്റർ സ്ക്വയർ ആണോ? വോളി അല്ലേ? വോളി ആവുമ്പോൾ സെന്റിമീറ്റർ ക്യൂബ് ആണ്. ഓക്കെ, 96 പൈ സെന്റിമീറ്റർ ക്യൂബ്. ഓക്കെ അല്ലേ? അപ്പോൾ എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് നമുക്ക് ആറും സ്മോൾ ആർ റേഡിയസ് ഓഫ് ദി കോണും തന്നിട്ടുണ്ടായിരുന്നു. സ്ലാൻഡ് ഹൈറ്റ് എല്ലും തന്നിട്ടുണ്ടായിരുന്നു. ദെൻ വാട്ട് ഈസ് ദ ഹൈറ്റ് എന്നാണ് ചോദിച്ചത്. ഹൈറ്റ് കണ്ടെത്താൻ അപ്പോൾ നമ്മൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്തു? എൽ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ അല്ലേ? അതിൽ നമ്മൾ എച്ച് എത്രയാണെന്ന് കണ്ടുപിടിച്ചു. 8 സെന്റിമീറ്റർ ആണെന്ന് കണ്ടുപിടിച്ചു. നെക്സ്റ്റ് വോളിയം കാണാനാണ് ചോദ്യം. ദെൻ വോളിയം കാണാനുള്ള ഇക്വേഷൻ 1/3 പൈ ആർ സ്ക്വയർ എച്ച് ആണ്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു അല്ലേ? ആറും എച്ചും കിട്ടിയതുകൊണ്ട് നമ്മൾ ജസ്റ്റ് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോ. The base radius and height of a cylindrical block of wood are 8 centimeters and 15 centimeters. വൃത്തസ്തംഭാകൃതിയിലുള്ള ഒരു തടിക്കഷ്ണത്തിന്റെ പാദത്തിന്റെ ആരം 18 സെന്റിമീറ്ററും ഉയരം 15 സെന്റിമീറ്ററുമാണ്. ഓക്കെ, അപ്പോൾ സിലിണ്ടർ ആണ്. സിലിണ്ടർ വരച്ചു നോക്കാം.
ഇനി എന്താ തന്നിട്ടുള്ളത്? പാദത്തിന്റെ ആരം 18 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഉയരം 15 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, 15 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് പരമാവധി വലിപ്പമുള്ള ഒരു വൃത്തസ്തൂപി ചെത്തിയെടുക്കുന്നു. വൃത്തസ്തൂപികയുടെ ആരവും ഉയരവും കണക്കാക്കുക. ആരം എന്താ വരിക? മാക്സിമം ഉള്ളൊരു കോണ് വെട്ടിയെടുക്കുമ്പോൾ ആർ എന്താ വരിക? ആർ വിൽ ബി 18 സെന്റിമീറ്റർ ആയിരിക്കും അല്ലേ? ആരം 18 സെന്റിമീറ്റർ ആണ്. മാക്സിമം അത്രയല്ലേ നമുക്ക് പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് അതിന്റെ ചെരിവ് ഉയരം കണക്കാക്കുക. വൃത്തസ്തൂപികയുടെ ആരവും ഉയരവും, ഇതേ ആരവും ഉയരവും തന്നെ ആയിരിക്കും അല്ലേ? ആർ സീക്വൽ ടു 18ഉം എച്ച് സീക്വൽ ടു 15 സെന്റിമീറ്ററും ആയിരിക്കും. ഓക്കെ അല്ലേ? അതിന്റെ ചെരിവ് ഉയരം കണക്കാക്കുക. ചെരിവ് ഉയരം എന്തായിരിക്കും വരിക? അതായത് ഈ ചെരിവ് ഉയരം. അപ്പൊ ചെരിവ് ഉയരത്തിന്റെ ഇക്വേഷൻ L ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പൊ നമുക്കറിയാം L² ഈക്വൽ ടു എന്താണ്? R² പ്ലസ് H² ആണ്. ആണല്ലോ? R 18 ആണ് തന്നിട്ടുണ്ട്. ദെൻ 18² പ്ലസ് 15² എന്ന് വരും. ഓക്കെ, ഒന്ന് കണ്ടോക്കിയേ. എയ്റ്റീൻ്റെ സ്ക്വയർ എത്രയാണോ? 18 ഇൻറ്റു 18. ത്രീ 24 ആണോ? പ്ലസ് 15ൻ്റെ സ്ക്വയർ എത്ര വരും? 15ൻ്റെ സ്ക്വയർ 225 അല്ലേ? ഓക്കെ, 324 പ്ലസ് 225 എത്രയാ? 324 പ്ലസ് 225. 5 പ്ലസ് 4 9 ആണ്. 2 പ്ലസ് 2 4 ആണ്. 3 പ്ലസ് 2 5 ആണ്. ഓക്കെ, 549. 549. ഓക്കെ, then L will be L is equal to root 549. അത് എത്രയായിരിക്കും വരിക? എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? റൂട്ട് 549. ഓക്കെ, നമുക്ക് ജസ്റ്റ് അത് അതുപോലെ തന്നെ ഇടാം അല്ലേ? റൂട്ട് 549. നെക്സ്റ്റ് ഇതിന് വൃത്തസ്തൂപികയുടെ വക്രതല പരപ്പളവ് കണ്ടെത്തുക എന്നാണ് ക്വസ്റ്റ്യൻ. എങ്ങനെയാണ് കണ്ടെത്തുക? CSA ഇക്വേഷൻ CSA is equal to 1/πRL ആണ് അല്ലേ? 5RL. ഓക്കെ, 5RL ആണ്. is equal to 5 ഇൻറ്റു റേഡിയസ് 18 ആണ് തന്നിട്ടുണ്ട്. 5 ഇൻറ്റു 18 ഇൻറ്റു L എത്രയാണ് നമുക്ക് കിട്ടിയപ്പോ? is equal to റൂട്ട് 549 ആണ്. ഓക്കെ, ഇതിനെ ചെറുതാക്കാൻ പറ്റുമോ? എന്തെങ്കിലും തെറ്റിപ്പോയോ?
നോക്കല്ലേ. Okay, 3 into root 163 എഴുതാം. ഓക്കെ, അതവിടെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ 18 root 549 5. ഓക്കെ, അങ്ങനെ എഴുതിയാൽ മതി. മനസ്സിലായിട്ട് ഇതിലെന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ നാളെ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്ത് എന്തൊക്കെയാണെന്നൊന്ന് കൺസോൾട്ടേറ്റ് ചെയ്ത് പറയാം. നമ്മളിന്ന് ഫസ്റ്റ് പറഞ്ഞത് കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദി കോണാണ്. ഓക്കെ, നമ്മൾ ഇന്നലെ ചെയ്ത ഇക്വേഷൻസ് ഇതായിരുന്നു. x/360 is equal to r/l എന്നുള്ള ഇക്വേഷൻ നമ്മൾ ഇന്നലെ പറഞ്ഞു. s² is equal to r² plus h² എന്നുള്ള ഇക്വേഷൻ ഡിസ്കസ് ചെയ്തു അല്ലേ. ഇന്ന് നമ്മൾ പറഞ്ഞത് വക്രതല പരപ്പളവ് CS is equal to πr. അതായത് ഈ സർക്കിൾ കൂട്ടാതെ ബേസ് കൂട്ടാതെ ബാക്കിയുള്ള ഏരിയന്റെ സർഫസ് ഏരിയ ആണ് നമ്മൾ പറഞ്ഞത് CS is equal to πrl. ദെൻ ടോട്ടൽ സർഫസ് ഏരിയ ഉപരിതല പരപ്പളവ് സിക്കൽ ടു എന്താണ് വരുന്നത്, ഈ ഏരിയ കൂടെ കൂട്ടണം, സർക്കിളിന്റെ ഏരിയ കൂടെ കൂട്ടണം. അപ്പോൾ ഇത് വരിക πr² plus πrl എന്നുള്ളതാണ്. നെക്സ്റ്റ് നമ്മൾ ഈ ഒരു കോണിന്റെ വോളിയാണ് പഠിച്ചത് അല്ലേ. വോളിയത്തിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? വോളിയം ഈക്വൽ ടു 1/3 πr²h. ഓക്കെ, 1/3 πr²h. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത്. ഇത് യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലങ്ങളും ചെയ്തു. ഓക്കെ, അപ്പം ഇനി കോൺ എന്നുള്ള കൺസെപ്റ്റ് ഇതോടുകൂടി നിർത്താണ്. നെക്സ്റ്റ് അടുത്ത സോളിഡ് ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, അപ്പം ശരി, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ അല്ലേ?